ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര കയറി വന്ന പാടെ ശിവാനി ഇങ്ങനെ ചന്ദ്രയെ വല്ലാതെ ഇങ്ങനെ അപമാനിക്കുകയാണ് കേട്ടോ. വല്ലാതെ ഇങ്ങനെ വേദനിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയുടെ മുഖത്തടിച്ച് പറയണേ, നിങ്ങളും നിങ്ങളുടെ മകളും കൂടി എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തി കളഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മകൾ ഒരു മച്ചിയാണ്, അവൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയാത്ത ഒരു മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഇങ്ങനെ ചന്ദ്രയോട് സംസാരിക്കുന്നത് കേട്ടിട്ട് പാറു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പാറു അങ്ങ് ദേഷ്യപ്പെടുത്ത, ശിവാനി നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ വീട്ടിൽ വന്നിരിക്കുന്നത് നിധിയുടെ അമ്മയാണ്, അവരെ ഇങ്ങനെ നീ വേദനിപ്പിക്കണോ എന്ന് ചോദിച്ചത് കേട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഉടൻ തന്നെ ഇങ്ങനെ വസുന്ധര കയറി വരുന്നത്. അപ്പോൾ വസുന്ധര പറയണേ, ശിവാനി പറഞ്ഞതിൽ എന്താ തെറ്റിയെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ വസുന്ധരയോട് തിരിച്ച് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ മകൾ ഒരിക്കലും ഒരു അമ്മയെ ജന്മം നൽകാൻ ഒരു അമ്മയാവാൻ പറ്റാത്തവളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ജ്യോത്സ്യൻ്റെ വാക്കുകൾ, ജ്യോത്സ്യൻ പറഞ്ഞത് അങ്ങനെയാണ്, എൻ്റെ മകൾ ഒരു അമ്മയാവുന്ന, അവൾക്ക് 3-4 കുഞ്ഞുങ്ങൾ പ്രസവിക്കുമെന്ന് എന്നൊക്കെ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. ജ്യോത്സ്യൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടാണല്ലോ എൻ്റെ ഈ ഏട്ടത്തി എന്ന് പറയുന്നവൾ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ മകളെ പോലെ ഒരു മച്ചിയായവളെ കൈപിടിച്ച് തന്നത്. അത് കേൾക്കുന്ന പാറു പറയണേ, വസുനി ആരോടാണ് ഈ പറയുന്നത്? ഇത് ഗൗതമിൻ്റെ ഭാര്യയായ നിധിയുടെ അമ്മയാണ്. ഈ വീട്ടിൽ എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് നിനക്കറിയില്ലേ? ഈ വീട്ടിലെ മൂത്ത മരുമകളുടെ അമ്മ. അത് നിങ്ങൾക്കാവാം, പക്ഷേ എനിക്കില്ല. എനിക്കിനിയിപ്പോൾ എന്തായാലും അവൾ ഈ വീട്ടിലെ മരുമകളാവുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. പണ്ടേ ഞാൻ പറഞ്ഞിരുന്നു, അവളെ പോലെ ഒരു വൃത്തികെട്ടവളെ ഈ വീട്ടിലെ മരുമകളാക്കണ്ട എന്ന്. എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞത്? ഗൗതമിൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നവളാണെന്ന്. എന്നിട്ടിപ്പോൾ ഗൗതമിൻ്റെ ജീവിതം രക്ഷിക്കുകയാണ് ചെയ്തത്, ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവളൊരു അമ്മയാവാൻ പോലും കഴിവില്ലാത്ത, ഒരു ശേഷിയില്ലാത്ത ഒരു പെണ്ണാണെന്നുള്ള സത്യം ഇപ്പോൾ പുറത്തു വന്നില്ലേ? ഇത് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിക്കണ്ട എന്നൊക്കെ. എന്നിട്ടും ഈ വാക്കുകൾക്ക് വില കൊടുക്കാതെ നിങ്ങൾ ജ്യോത്സ്യൻ്റെ പ്രവചനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായതെന്ന് പറയുമ്പോൾ നിധി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു കേട്ടോ. നിധിയെ കണ്ട ഉടൻ തന്നെ ചന്ദ്ര മോളെ എന്ന് പറയുമ്പോൾ നിധി പൊട്ടി കരയാനായിട്ട്, അമ്മേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ മോളെ നീ ഇങ്ങനെ സമാധാനപ്പെടുന്നു, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, നീ പേടിക്കേണ്ടതില്ല, നിനക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ, ആ പ്രശ്നമില്ലാതെയാണല്ലോ ഡോക്ടർ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, മച്ചി എന്ന സത്യം എന്നിങ്ങനെ പറയണ്ട. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ശിവാനി പറയണേ, എന്ത് ചെയ്യാൻ, ഈശ്വരൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ ഈശ്വരൻ എന്നോട് കാണിച്ചത് കണ്ടില്ലേ? എനിക്ക് തന്നെ എല്ലാം ചെയ്യണം. ഈ ഈശ്വരമംഗലത്ത് വന്നിട്ട് എനിക്ക് തന്നെ ഇനിയിപ്പോൾ മൂത്ത പേരക്കുട്ടിയെ, ഈ വീടിൻ്റെ അനന്തരാവകാശിയെ ഞാൻ തന്നെ കൊടുക്കണം, എല്ലാം ഇപ്പോൾ എൻ്റെ തലയിലാണ് ഇട്ടിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കേട്ടിട്ടാണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നിർമ്മല പറയണേ, എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല. ഒരു കുഞ്ഞു പോയി നിൽക്കുന്ന ഒരമ്മയാണിത്. ആ അമ്മയുടെ വേദന എത്രമാത്രം ഉണ്ടെന്ന് നീ മനസ്സിലാക്കണേ. ഇങ്ങനെ വളരെ മോശമായി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ വസുന്ധര, ഡി നീ ഈ വീട്ടിലെ ആരാടി? ശരിക്കും പറയടി, ഈ വീട്ടിലെ വേലക്കാരിയുടെ റോളിൽ നിന്നാൽ മതി, അല്ലാതെ കണ്ട് ഈ വീട്ടിലെ ആളായി മാറണ്ട, ഗൗതമിൻ്റെ അമ്മയായി മാറണ്ട. ഇത് കേൾക്കുന്ന നിധിയും ഈ പറയുന്ന പാറും ഒക്കെ എന്താ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഉടൻ തന്നെ പാറു പറയണേ, ഇവർ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവർ വേലക്കാരിയാണെങ്കിൽ ഇവർ പറയുന്നതിലോ ശരിയില്ലേ? ഒരു കുഞ്ഞു പോയി നിൽക്കുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടും വസു, അതിനെങ്ങനെ നിനക്കത് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കണം. എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇനി എനിക്ക് ഇതേ വഴിയുള്ളൂ. ഇനി ഇവളെ പോലെ ഒരു മരുമകളെ ഈ വീട്ടിൽ വേണ്ട. അപ്പോൾ അത് കേട്ടിട്ട് ശിവാനി പറയുന്നത് ശരിയാണ്, ഇവളെ പോലെ ഒരു മരുമകൾ ഈ വീട്ടിലുണ്ടായിട്ട് ഇനി വലിയ പ്രയോജനമൊന്നുമില്ല. ഇവരെ പോലെ, ഈ നിർമ്മലയെ പോലെ തന്നെ ഒരു വീട്ടുവേലക്കാരിയായി ഇവൾക്ക് ഇവിടെ കഴിയാനേ പറ്റുള്ളൂ. അല്ലാതെ കണ്ട് ഗൗതമിനെ പരമ്പര നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നത് കേട്ടിട്ട് ഗൗതം അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. എൻ്റെ വാക്കും നാക്കും ഒക്കെ ഞാൻ ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് എൻ്റെ അനിയനെ ഓർത്ത് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ ശബ്ദിക്കാതെ ഇനി ഇവിടെ നിന്നോ. എൻ്റെ നിധിയെക്കുറിച്ച് എന്തെങ്കിലും നീ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരണക്കുറ്റിക്ക് ഇനി അടി വീഴുന്നതേ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ, നീ എന്തിനാണ് അവളെ അടിക്കുന്നത്? അവളെയല്ല അടിക്കുന്നത്, നിൻ്റെ ഭാര്യയാണ് അടിക്കുന്നത്. നിൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും അടിച്ച് നീ വീട്ടിൽ നിന്ന് പുറത്താക്കുക. ഇവരെ പോലെ നെറികെട്ട പ്രവൃത്തി ചെയ്തത് ആരാണ്? ഇവൾക്കൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിയില്ല, ഒരു ഗർഭപാത്രത്തിന് ശേഷിയില്ലാത്തവളെന്ന സത്യം ഇവർക്കൊക്കെ ആദ്യം അറിയായിരിക്കും. പക്ഷേ ഇവരത് മറച്ചതല്ലേ നിന്നിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ അമ്മ ഇത്രയും ചീപ്പാവരുത് കേട്ടോ, നിങ്ങൾ ഇത്രയും ചീപ്പായി സംസാരിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ
അവിടെ ഇത് കേൾക്കുന്ന ചന്ദ്രയ്ക്ക് സങ്കടമാവണം. മോനെ, എൻ്റെ മകൾ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഗൗതം പറയണേ, അതെ, നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടൊന്നല്ല. ഞാൻ അവളെ ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രണയം എന്നും എന്നിലുണ്ടാവും. ഞാൻ നിങ്ങളുടെ മകളെ നല്ലതോടുകൂടി തന്നെ നോക്കും. ഒരു പ്രശ്നവും നിങ്ങളുടെ മകൾക്ക് ഈ വീട്ടിലുണ്ടാവില്ല. അവൾക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് കരുതി ഞാൻ അവളുടെ കുഞ്ഞും അവൾ എൻ്റെ കുഞ്ഞുമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധരയ്ക്ക് ദേഷ്യം പിടിക്കാനായിട്ടാണ്. അത് കേട്ടോടെ ശിവാനി വീണ്ടും സംസാരിക്കാം. അത് നല്ല കാര്യം, നിങ്ങൾ അവളുടെ കുഞ്ഞും അവൾ അവളുടെ കുഞ്ഞും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ്. 1-2 ആഴ്ച അങ്ങനെയൊക്കെ നീങ്ങും, മാസങ്ങളും നീങ്ങും, ഒരുപക്ഷെ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഇതിലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാം. അപ്പോൾ ഗൗതം വേറെ വിവാഹം കഴിക്കും എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ ശിവാനി വീണ്ടും പറയുമ്പോൾ ഉടൻ തന്നെ ദേഷ്യം പിടിച്ച് ഗൗതം ശിവാനിയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വസുന്ധര തടയുന്നു കേട്ടോ. ദേ, കയ്യാങ്കളി വേണ്ട, നീ അവൾ പറഞ്ഞതിൽ അവളെ അടിക്കാനൊന്നും ഒരുങ്ങണ്ട. അവൾ പറയുന്നതിൽ എന്താ തെറ്റ്? നീ ഇനി എന്തായാലും ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. അത് കേൾക്കുന്ന വസുന്ധരയോട് നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, ഇനി നീ എന്തായാലും ഇവളെപ്പോലെ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയട്ടെ. അപ്പോൾ തന്നെ എനിക്ക് ഭാര്യയായി എൻ്റെ സ്ഥാനത്ത് ആര് വേണം ആര് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവൾ തന്നെയാണ് എൻ്റെ ഭാര്യ എന്നും പറയാനായിട്ട്. അപ്പോൾ ചന്ദ്ര പറയണം, ഞാൻ എന്തായാലും പോട്ടെ മോനെ എന്ന് പറയുമ്പോൾ ചന്ദ്രയോട് ഉടൻ തന്നെ അവിടെ വസുന്ധര പറയണം, നിങ്ങളൊന്ന് നിന്നേ, നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ മകളെയും കൊണ്ട് പോയിക്കോളൂ. ഈ മച്ചിയായ പെണ്ണിന് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. മച്ചിയെ കണ്ടാൽ ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ പ്രസവിക്കാൻ കഴിയാത്ത ഈ പെണ്ണിനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടി പാറുവും ഈ പറയുന്ന ഗൗതവും ഞെട്ടി നിൽക്കണം. എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ. അപ്പോൾ തന്നെ ചന്ദ്ര പറയണേ, എൻ്റെ മകൾക്ക് പ്രസവിക്കാൻ കഴിയാത്തില്ല, അവൾ പ്രസവിക്കും. അവൾക്ക് ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 5-6 കുഞ്ഞുങ്ങൾക്ക് യോഗമുണ്ടെന്ന്. ജാതകത്തിൽ പലതും പറഞ്ഞതല്ലല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അധികം എൻ്റെ മകൻ്റെ ജീവിതം വെച്ച് പരീക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. മര്യാദക്ക് നിങ്ങൾ എൻ്റെ എൻ്റെ മകൻ്റെ ഭാര്യയായ ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി ഭാര്യ പദവി ഇതോടുകൂടി കഴിഞ്ഞു എന്നൊക്കെയാണ് പറയട്ടെ. അപ്പോൾ ശിവാനി പറയണേ, ശരിയാണ്, കഴിഞ്ഞു, ഇവൾക്കൊന്നിനും കഴിയില്ല, എന്ത് ചെയ്യാനാണ്, എൻ്റെ ഒരു യോഗയെ കല്യാണം കഴിഞ്ഞ അധിക നാൾ പോലും ആയില്ല, അപ്പോഴേക്കും ഇനിയിപ്പോൾ ഈ ഈശ്വരമംഗത്ത് ഒരു കുഞ്ഞിനെ തരണം, ഇവൾക്കാണെങ്കിൽ അതിനുള്ള ശേഷിയില്ല, ഒരു മച്ചിയായി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുന്നത് കാണുമ്പോൾ നിർമ്മലയ്ക്ക് ദേഷ്യം പിടിക്കാനായിട്ട്. അങ്ങനെ നിർമ്മലയ്ക്ക് ഉടൻ തന്നെ നിർമ്മല പറയണേ, എന്തായാലും ഇവളൊരു ഗർഭിണിയായി, ആ ഗർഭത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നു, അതിൽ കളിച്ചവരെ ഈശ്വരൻ വെറുതെ ഒന്നും വിടില്ല. ഈശ്വരൻ ഇവൾക്ക് കൊടുത്ത ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയവരെ എന്തായാലും മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർമ്മല തൻ്റെ വിരലുകൾ ഒടിച്ച് ഇങ്ങനെ ശാപം പോലെ ഇങ്ങനെ ശിവാനിക്ക് മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന ശിവാനി ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം അവിടെ നിന്നും വിദ്യയും കൊണ്ട് ചന്ദ്രയെ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ഗൗതം പറയണേ, അതെ, ഇവളെ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയെ ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല. നിങ്ങൾ എന്തായാലും എൻ്റെ ജീവിതത്തിലോട്ട് ഇടപെടാൻ വരണ്ട എന്ന് പറയുമ്പോൾ, ഓഹോ അങ്ങനെയാണോ എന്ന് വസുന്ധര ചോദിക്കുകയാണ്. അതെ, അങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇവൾ തന്നെയാണ്. ഇവളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ടൊന്നല്ല ഇവളെ ഞാൻ വിവാഹം കഴിച്ചത്. എനിക്കിഷ്ടപ്പെട്ട പെണ്ണ്, ആ പെണ്ണ് എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയിച്ച് ഇങ്ങനെ അങ്ങ് ജീവിതം നീക്കിക്കോളാം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നിന്നെപ്പോലെ ഒരു മകനായി ഇത്രയും കാലം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് ഈ കുടുംബത്തിൻ്റെ പരമ്പര നിലനിർത്താൻ നിന്നെക്കൊണ്ട് കഴിയുമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ നീ എന്തായാലും ഒരു മച്ചിയാണ് നിൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നതെങ്കിൽ എനിക്കിനി അടുത്ത മകൻ എന്തായാലും പ്രണമാണ്. അവനിലൂടെ ഞാൻ എൻ്റെ പരമ്പര നിലനിർത്തും. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താ ചായ്ക്കോ. എൻ്റെ ഭാര്യ ഇവൾ തന്നെ, ഇവളെ കൊണ്ട് ഞാൻ ഈ വീട്ടിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മേ നിധിയും കൊണ്ട് അകത്തോട്ട് പോയേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സമയം ചന്ദ്രയും, മോനെ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അമ്മക്ക് ഒരുപാട് സന്തോഷമായി, ഈ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു, ഞാൻ പോകുന്നെന്ന് പറയുമ്പോൾ അമ്മ തനിയെ പോണ്ട, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ചന്ദ്രയെയും കൊണ്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങാനായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനി നിർമ്മലയുടെ ആ ശാപവാക്ക് ശരിക്കും ഇനി ശിവാനിക്ക് വന്നടിക്കുന്ന ആ കിടുക്കൻ രംഗമാണ് കേട്ടോ. ശിവാനിക്ക് അത് തിരിച്ചടിക്കുന്ന ആ സീനിലോട്ടാണ് ഇനി കഥ പോകുന്നത്.